ഹലോ ഗൈസ്, ഞാനും ജോക്കുട്ടനും ഇന്നൊരു യാത്ര പോവാണ്. കുറെ ദൂരത്തേക്കൊന്നല്ല. കൊരട്ടിന്ന് 13 കിലോമീറ്റർ അപ്പുറം ആളൂരുള്ള ജോക്കുട്ടന്റെ പപ്പയുടെ വീട്ടിലേക്കാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ചേട്ടന്റെ വീട്ടിലേക്ക് പോണത്. ഏകദേശം ഒരു 6 മാസത്തോളമായിട്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണ്. ഞാൻ ക്രിസ്തുമസിന് ഒരാഴ്ച വീട്ടിൽ നിൽക്കാനായിട്ട് വന്നതായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് ന്യൂ ഇയർ ആയപ്പോഴേക്കും എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. പിന്നെ ജോക്കുട്ടന് വന്നു, എന്റെ അമ്മയ്ക്ക് വന്നു. അതും പോരാഞ്ഞ് നവംബർ ലാസ്റ്റ് തൊട്ട് ജോക്കുട്ടന് ഫിറ്റ്സ് എപ്പോഴും വരായിരുന്നു. അങ്ങനെ ജോക്കുട്ടന് 3 സർജറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ജോക്കുട്ടന്റെ സർജറീസിന് മുന്നേ മാർച്ചിൽ അവന്റെ 2ാമത്തെ ബർത്ത്ഡേ സമയത്ത് ഒരു 2 ആഴ്ച ആളൂര് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോ ജൂൺ ലാസ്റ്റ് ആണ് അവന്റെ പപ്പയുടെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോണത്. ഞങ്ങളെ കൊണ്ടുപോക്കാനായിട്ട് എന്റെ അനിയനും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ആളൂര് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോ ജോക്കുട്ടന്റെ ചേട്ടൻ, എന്റെ നാത്തൂന്റെ മോൻ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ജോക്കുട്ടൻ വന്ന സന്തോഷത്തില് ഓട്ടോറിക്ഷ നിർത്തുന്നതിന് മുന്നേ തന്നെ കുട്ടു ഭയങ്കര ആഹ്ലാദ പ്രകടനത്തിലായിരുന്നു. നദാനിയേൽ എന്നാണ് അവന്റെ പേര്. കുട്ടു എന്നാണ് ഞങ്ങൾ അവനെ വീട്ടിൽ വിളിക്കുക. ഞങ്ങൾ ചെന്നപ്പോ അവിടെ ചേട്ടനും ചേട്ടന്റെ അപ്പച്ചനും അമ്മാമ്മയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ പള്ളിയിൽ പോയിക്കായിരുന്നു. ചേട്ടൻ എന്റെ അനിയനും ഓട്ടോറിക്ഷ ചേട്ടനും കൊടുക്കാനായിട്ട് ചായ ഉണ്ടാക്കണ തിരക്കിലാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യം ചേട്ടൻ അറിയായിരുന്നു. അപ്പൊ ജോക്കുട്ടന്റെ ചേട്ടനും ഒക്കെ കൂടിയിട്ട് കാറുകളൊക്കെ നിരത്തി കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റും ചായയും പലഹാരമൊക്കെ കഴിക്കാണ്. ഓട്ടോറിക്ഷ ചേട്ടനെ അകത്തേക്ക് വിളിച്ചെങ്കിലും ആള് പുറത്ത് നിന്നിട്ടാണ് ചായ കുടിച്ചത്. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ജസ്റ്റും വീട്ടിലേക്ക് പോവാണ്. ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവനെ യാത്രയാക്കി. ഞായറാഴ്ച വൈകിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. ജോക്കുട്ടന്റെയും ചേട്ടന്റെയും കളികളൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അങ്ങനെ